ഞാൻ പറയേണ്ടതല്ലെങ്കിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്ക് പോലും എന്നും ഉള്ളതാണ്, ഇന്ന് മാത്രമൊന്നല്ല. പക്ഷേ കുറച്ചുകൂടെ അധികം ഉണ്ടോ എന്ന് തോന്നിപ്പോകുന്നു ശത്രുക്കൾ. അത് നല്ലതാണ്, നല്ലതിനാ, പേടിക്കാനും ബേജാറാവാനൊന്നുമില്ല. ഒന്നുകൂടി ഒന്നാണ്ട് കുലുങ്ങി ആണ്ട് വലിച്ചാൽ, ഒന്നുകൂടി അവിടെ കുലുങ്ങി ആണ്ട് വലിച്ചാൽ ആ പൊടിയൊക്കെ പോകും. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. എന്നും ഉണ്ടായിട്ടുണ്ട് എതിർപ്പുകളൊക്കെ. എന്ന പോലെ ഒരു ചെറിയ ഏതൊക്കെയോ ഭാഗത്തു നിന്ന് എന്നല്ലാതെ അതിലൊന്നും വലിയ കാമ്പില്ല. അത് ആരിഫീങ്ങൾ ഉണ്ടാക്കിയ സംഘടനയാണ്. അക്കാലത്ത് അത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് കേരളത്തിൽ ഈ തലീക്കെട്ടൊന്നും കൂടുതലും ഇങ്ങനെ കാണൂല, യാതൊരു സംശയമല്ല. നിങ്ങൾക്ക് എന്ത് കുറ്റം പറയാണ്ടെങ്കിലും പറഞ്ഞോളി, അതിന് ആഖിറത്തിൽ കിട്ടുന്നത് വാങ്ങുകയും ചെയ്യാം. പക്ഷേ ആ 21 കാലഘട്ടത്തിൽ ഈ സമസ്ത അന്ന് ഉണ്ടായിട്ടില്ല എങ്കിൽ ഈ തലീക്കെട്ടുകൾ ഇതുപോലെ കാണൂല. എന്താ പൂത്തമ്പള്ളിക്കൽക്ക് പോകണതിന് ഗുരുവായൂർക്ക് പോണത് പോലെയല്ലേ? നേരെ കേട്ടതാ. കൊട്ടപ്പുറം സംവാദത്തിൽ വെച്ചുകൊണ്ട് ചില മൗലവിമാരെന്ന് പറയപ്പെടുന്നവർ പറഞ്ഞ വാക്കുകളാണത്. പൂത്തമ്പള്ളിക്ക് പോണതും ഗുരുവായൂർക്ക് പോണതും സമം. മമ്പറത്ത് പോണത്, പുത്തമ്പള്ളി പോണത്, കൊണ്ടോട്ടി പോണത്, ഗുരുവായൂർക്ക് പോണത്, അങ്ങനെ ചോറ്റാനിക്കരക്ക് പോണതൊക്കെ സമാ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കൊട്ടപ്പുറം വെച്ചുകൊണ്ട് ഗൗരവമായി സമർത്ഥിച്ചു. പുല്ല് വില കൽപ്പിക്കാതെ നമ്മുടെ നേതാക്കളായ പണ്ഡിതന്മാർ അപ്പാടതിനെ വലിച്ചെറിയുകയും അഹ്ലു സുന്നത്ത് വൽ ജമാഅ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തതാണ് നമ്മുടെ സമസ്ത. അതുകൊണ്ട് കറകളഞ്ഞ് അല്പം പോലും മാറാലെ ചുറ്റാതെ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പിന്നിൽ അടിയുറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട സമസ്തയുടെ കരങ്ങളാൽ സുന്നത്ത് ജമാഅത്തിനെ ഇവിടെ നിലനിർത്താനും ഉയർത്താനും വളർത്താനും പരിസരങ്ങളിലേക്ക് അതിനെ വ്യാപിപ്പിക്കാനും അള്ളാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. ആലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാഹ്.